കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് വിയറ്റ്നാമിൽ ഒരു ടൂറിസ്റ്റ് ബോട്ട് മറിഞ്ഞ് 38 പേർ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തു. രാജ്യത്തിന്റെ വടക്കുഭാഗത്തുള്ള പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ഹാലോങ് ബേയിലാണ് സംഭവം നടന്നത്. തലസ്ഥാനമായ ഹനോയിയിൽ നിന്ന് വിനോദസഞ്ചാരത്തിനായി എത്തിയ വിയറ്റ്നാമീസ് കുടുംബങ്ങളായിരുന്നു യാത്രക്കാരിൽ ഭൂരിഭാഗവും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിജീവിച്ചവർക്കായുള്ള തിരച്ചിലിന് കനത്ത മഴ തടസ്സം സൃഷ്ടിച്ചുവെന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞു. എന്നാൽ ഇതുവരെ 11 പേരെ വെള്ളത്തിൽ നിന്ന് ജീവനോടെ പുറത്തെടുത്തു. വലിപ്പമുള്ള ആലിപ്പഴം വീഴുകയും ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാവുകയും ചെയ്തുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതുവരെ കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ കുറഞ്ഞത് 8 കുട്ടികളാണെന്ന് വീനസ് എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. കാണാതായ നിരവധി പേരെ കണ്ടെത്തുന്നതിനായി രാത്രി വരെ രക്ഷാപ്രവർത്തനങ്ങൾ തുടരും. പ്രധാനമന്ത്രി ഫാം മിൻചിൻ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിച്ചു. അപകടത്തിന്റെ കാരണം അന്വേഷിക്കുകയും നിയമലംഘനങ്ങൾ കർശനമായി കൈകാര്യം ചെയ്യുകയും ചെയ്യുമെന്ന് അധികൃതർ പറഞ്ഞു. ക്വാൻ ചിൻ പ്രവിശ്യയിലെ ഹാലോങ് ബേ നൂറുകണക്കിന് ചെറിയ ദ്വീപുകളാൽ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. 2019-ൽ 4 ദശലക്ഷം വിനോദസഞ്ചാരികൾ അവിടെ എത്തിയെന്നാണ് കണക്ക്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇടവുമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.